അസ്സലാമലൈക്കും. ആരോഗ്യ സംരക്ഷണത്തിനായി കർക്കിടക മാസത്തിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഉലുവ കഞ്ഞി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു. അപ്പോൾ ഉലുവ കഞ്ഞി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് രക്തശാലി റൈസാണ്. അരി പോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായ മറ്റൊന്നാണ് ചെറുപയർ. അരക്കപ്പ് ചെറുപയറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ഉലുവ, ഇതും കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം. പറഞ്ഞ 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെല്ലാം കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ 2 വിസില് ഹൈ ഫ്ലെയിമിലും പിന്നീട് 4 വിസില് മീഡിയം ടു ലോ ഫ്ലെയിമിലുമാണ് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ വേവിച്ചെടുത്ത കൂട്ടാണിത് കേട്ടോ. ഇതിലിപ്പോൾ വെള്ളം ഒട്ടും തന്നെ ഇല്ല. ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഈ ഉലുവ കഞ്ഞിയിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ടുണ്ട്. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 മുറി തേങ്ങ ചിരവിയതും 4-5 ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതും കൂടെ ചേർത്ത് വല്ലാതെ അരയേണ്ട കേട്ടോ, ചതച്ചെടുത്താൽ മതി. ഈ ചതച്ചെടുത്ത ഈ കൂട്ടുണ്ടല്ലോ, അത് ഈ കഞ്ഞിയിലേക്കായിട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ കഞ്ഞിക്ക് ആവശ്യമായ ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. വെള്ളം ഇനിയും ആവശ്യമുണ്ട് എന്ന് തോന്നിയാൽ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഈ കഞ്ഞിയിലേക്ക് അല്പം നെയ്യിൽ ഉള്ളി തൂമിച്ച് ഒഴിക്കാനുണ്ട്. അത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ പച്ച നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒട്ടും കയ്പില്ലാത്ത ഉലുവ കഞ്ഞി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.